ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ വിനായക ചതുർത്ഥി ഒരിക്കൽ കൂടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യത്തെയും ഇടുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മൾ വിനായകരെയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വിനി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വിനി സെലക്ട് ചെയ്യാറുള്ളത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പിള്ളയാറിനെ മാത്രമേ നോക്കാറുള്ളൂ. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഘ്നേശ്വരൻ എപ്പോഴും എനിക്ക് പിള്ളയാർ രൂപത്തിലാണ് എനിക്കിഷ്ടം. നാമമിട്ടിട്ടുള്ള പിള്ളയാർ, അതേമാതിരി തന്നെ തുമ്പിക്കൈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഇരുന്നിട്ടുള്ള പൊസിഷനിലുള്ള പിള്ളയാറിനെ മാത്രമേ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. ആ കണ്ണിൽ ശാന്തതയോട് കൂടിയിട്ടുള്ള പിള്ളയാറിനെ മാത്രമേ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്തെടുക്കാറുള്ളൂ. എല്ലാ കൊല്ലവും എനിക്ക് കിട്ടാറുമുണ്ട്. അങ്ങനെ വിനായക ചതുർത്ഥി ദിവസം എല്ലാ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾക്ക് പ്രസാദങ്ങൾ ഉണ്ടാക്കേണ്ട സമയങ്ങളാണ്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മിണി കുഴക്കട്ട, അതേമാതിരി തന്നെ പൂർണ്ണം വെച്ചിട്ടുള്ള കുഴക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പൂർണ്ണം ശർക്കരയും തേങ്ങയും നെയ്യും കൊണ്ടുള്ള പൂർണ്ണമായിരുന്നു. അതിൻ്റെ അച്ച് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പൂർണ്ണം വെച്ചിട്ടുള്ള കുഴക്കട്ട, അമ്മിണി കുഴക്കട്ട, അതേമാതിരി തന്നെ ഉണ്ണിയപ്പം, ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തുള്ള പൂജകളാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നതുകൊണ്ട് ഞാൻ എന്താണോ ഇക്കൊല്ലവും ചെയ്തത് അത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ പൂർണ്ണം വെച്ച കുഴക്കട്ടയിൽ കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്ത് വെച്ചതും കൂടി മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചു. അതേമാതിരി തന്നെ ഉണ്ണിയപ്പം എല്ലാം തന്നെ കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചു. ചുണ്ടൽ ഉണ്ടാക്കി വെച്ചു. വെള്ളക്കടല ചുണ്ടലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മിണി കുഴക്കട്ട ആസ് യൂഷ്വൽ കാരക്കുഴക്കട്ട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൂജ ചെയ്തു. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതജംബോബലസാരഭക്ഷിതമുമാസുരം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതജംബോബലസാരഭക്ഷിതമുമാസുരം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വിഘ്നേശ്വര കുഴക്കട്ട, ഉണ്ണിയപ്പം, അമ്മിണി കുഴക്കട്ട, ചുണ്ടൽ ബീച്ചിൽ വിൽക്കണ പോലെ ഇട്ടത്. ഞാൻ എപ്പോഴും പറയില്ല, ഈ വക പ്രസാദങ്ങൾ നീ ഉണ്ടാക്കുമ്പോഴേ ഗ്രാമത്തിലെ ഞങ്ങള് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോലെ അതാണ് ഓർമ്മ വരിക അല്ലേ? എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയൂ. എല്ലാ വീടുകളിലും പോകും പ്രസാദം വാങ്ങാൻ. വൈകുന്നേരം നാളെ തേരാണ് പറഞ്ഞേ. ഓക്കെ, അമ്മിണിക്കുഴക്കട്ട ടേസ്റ്റിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ. വെറും കൊഴുക്കട്ടയും അമ്മണി കൊഴുക്കട്ടയും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് പൂർണ്ണം വെച്ച കൊഴുക്കട്ടയാണ്. അല്ല, ഇതാണ് അമ്മിണി. കുഞ്ഞിതാണ് അമ്മിണി. ഇത് ശരിക്കും കൊഴുക്കട്ട. നൈസ്, ഗുഡ് ജോബ്. അമ്മിണി കൊഴുക്കട്ട എങ്ങനെയുണ്ട്? അമ്മണി കൊഴുക്കട്ട കൈ കൊണ്ടെടുക്കട്ടെ? എടുത്തോളൂ, കുഴപ്പമില്ല. ഇത് പ്രസാദത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ? അല്ല, അല്ലാണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ കാരക്കുഴക്കട്ടയ്ക്ക് പകരം അമ്മണി കുഴക്കട്ട ഉണ്ടാക്കി. മറ്റേ ഉണ്ണിയപ്പോ ലഡു ഉണ്ട്. കഴിക്കും മക്കളെ. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ആൻഡ് ഞാൻ ഡിന്നർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ തന്നെ. ഓക്കെ, ഇതൊക്കെ തന്നെ കഴിക്കാം. അങ്ങനെ നമ്മൾ 3 ദിവസമാണ് വെക്കണത്. അപ്പോൾ ഇന്ന് രാവിലെയും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും, ഇന്ന് രാവിലെയും വൈകുന്നേരവും ഉണ്ട്. അപ്പോൾ അത് വൈകുന്നേരമാണ് ഇന്ന് പൂജ കഴിച്ചിട്ട് ഭഗവാനെ പറഞ്ഞയക്കുന്നത്, വെള്ളത്തിൽ നമ്മൾ മുക്കുന്ന ആ ഒരു ചടങ്ങ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേക്കെ പോലെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നാളെ കാണാം. വിഷിംഗ് വൺസ് അഗെയിൻ എവ്രി വൺ എ വെരി ഗുഡ് ഡേ.